ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാ കാലവും എന്തെങ്കിലും വിവാദം വേണം. നമുക്ക് ക്ഷേത്രങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് കേരളത്തിലെ വിവാദം. അതൊരുപാട് വിവാദമാണ്. ഗുരുദേവനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വിവാദം ഉണ്ടാക്കിയവരാണ്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമ്മൾ വിവാദം ഉണ്ടാക്കിയവരാണ്. അയ്യങ്കാളികളെക്കുറിച്ച് നമ്മൾ വിവാദം ഉണ്ടാക്കാൻ നമുക്കൊരു സുഖമാണ്. ശബരിമല അയ്യപ്പൻ ഇടയ്ക്കിടയ്ക്ക് വിവാദമാവും. അതാണ് അതിൻ്റെ രസം. അവിടെ നിലയ്ക്കൽ പള്ളിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയം വന്നു. അത് പിന്നെ രമ്യമായി പരിഹരിച്ചു. അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ട് പോയി ക്ഷേത്രം തീയിട്ടു. അയ്യപ്പൻ്റെ ശിലാഫലകങ്ങൾ, അവിടുത്തെ തൂണുകളുടെയൊക്കെ ശിലാഫലകങ്ങളും അതുപോലെ തന്നെ തൂണുകളുടെ പാളികളും സ്വർണം പൂച്ചതെല്ലാം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അങ്ങനെ വാർത്തകൾ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസി സംഘം, അയ്യപ്പ സംഗമം. അത് കഴിഞ്ഞ് 20-ാം തീയതി ആയിരുന്നു. അതിൽ ആളുകൾ പങ്കെടുത്തെന്നും പങ്കെടുത്തില്ല എന്നും ഒരുപാട് പങ്കാളിത്തം ഉണ്ടായെന്നും അത് ഫ്ലോപ്പായി പോയെന്നും ഗവൺമെൻറ് വിചാരിച്ച പോലെ ഗവൺമെൻറ്റിന് അത്രയും വലിയൊരു PR കിട്ടിയില്ല. പല വാദങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വാദം പറയുന്നു, പ്രതിപക്ഷത്തിൻ്റെ വാദം പറയുന്നു. വലിയ തർക്കവും ഒക്കെ ആയിട്ട് അതങ്ങ് തീർന്നു. ഇന്ന് കുളനടയിലും പന്തളത്ത് രാവിലെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ 1000 പേർ പങ്കെടുക്കുന്ന സെമിനാർ, വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുള്ള സെമിനാർ. അത് ശബരിമല സംരക്ഷണ സമിതിയും പിന്നെ സംഘപരിവാർ സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഹിന്ദു ഐക്യവേദി അങ്ങനെ ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് കുളനടയിൽ വലിയ ഗ്രൗണ്ടിൽ വലിയ സമ്മേളനം നടക്കുന്നു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് പറയുന്നു. തമിഴ്നാട് മുൻ BJP പ്രസിഡന്റ് അണ്ണാമലൈ ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ കേരളത്തിലേക്ക് പ്രമുഖമായ സ്വാമിമാർ, സന്യാസിമാർ, അങ്ങനെ കുറേ ആളുകൾ. പന്തളം കൊട്ടാരം സർക്കാരിൻ്റെ വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്തില്ല, പക്ഷേ ഇന്നത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നു. ഇന്ന് കുറേ സ്വാമിമാരും സന്യാസിമാരും കുറേ അങ്ങനെയുള്ള ആളുകളുമൊക്കെ ഇന്നത്തെ പരിപാടിയിൽ കുളനടയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ പന്തളത്തും പങ്കെടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, ഇത് 2 സംഘമായാലും അയ്യപ്പ സംഘമായാലും വിശ്വാസ സംഗമമായാലും ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി ഇവിടുത്തെ ജാതിയെയും മതത്തെയും വിശ്വാസത്തെയും ആചാരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു വളരെ 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 ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ നമുക്ക് പ്രോത്സാഹിപ്പിച്ചു കൂടാത്ത ഒരു സമീപനം കേരളത്തിൽ വരുന്നുണ്ട്. അതിൽ സർക്കാർ മോശമല്ല, പ്രതിപക്ഷത്തിരിക്കുന്നവർ മോശമല്ല. നല്ല നിലയിലാണ് ഇവരിതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നത്. PSNDPയുടെ നേതാവിനെ വെള്ളാപ്പള്ളിയെ കൊണ്ടുപോവുക, സുകുമാരൻ നായർ റെപ്രസെൻറ്റേറ്റീവിനെ കൊണ്ടുപോവുക, അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ആളുകളെ കൊണ്ടുവരിക. ഇപ്പുറത്താണെങ്കിൽ സന്യാസിമാരെയും സ്വാമിമാരെയും കൊണ്ടുവരിക. ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫ്രെയിമിനകത്ത് ഈ ജാതിയെയും മതത്തെയും വളരെ കൃത്യമായി പൊസിഷൻ ചെയ്യുകയും അതിൽ ആചാരത്തെ കൂടി കൊണ്ടുവരികയും വിശ്വാസത്തെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കൾട്ടുണ്ട്, ഒരു പരിപാടിയുണ്ട്. പക്ഷെ അത് വളരെ ഖേദകരമാണ്. നമ്മുടെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ, പുരോഗമന സമൂഹം എന്നുള്ള നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് വേരോട്ടമുള്ളൊരു നാടെന്നുള്ള നിലയിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് മേനിക്കെങ്കിലും നമ്മൾ പറയുന്നൊരു നാട്ടിൽ, മേനിയേ ഉള്ളൂ കേട്ടോ, അല്ലാതെ യഥാർത്ഥത്തിൽ പുരോഗമനമൊന്നുമല്ല നാട്ടിൽ, എങ്ങനെയാണ് ഇത് സംഭവിക്കുക, ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതെങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നു, അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇവിടുത്തെ വേറൊരു സാംസ്കാരിക സമൂഹം, ഒരു സാമൂഹിക സമൂഹം, മറ്റൊരു സമൂഹം എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഒരുപക്ഷെ ഒരു സുകുമാർ അഴീക്കോടോ ഒരു സുഗതകുമാരിയോ അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കളൊക്കെ മരിച്ചു പോയത് കൊണ്ട്, അല്ലെങ്കിൽ നായകരൊക്കെ മരിച്ചു പോയത് കൊണ്ടാണോ, അതോ ഇന്നത്തെ സാംസ്കാരിക സാമൂഹ്യ നായകരെല്ലാം ഒന്നുകിൽ അടിമകളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പദവികൾ നേടുന്നവരാണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ വായിൽ സംസാരിക്കുന്നത്? MT വാസുദേവൻ നായർ ഒരിക്കൽ പറഞ്ഞതുപോലെ, നമ്മളൊരു വിഷയം പറഞ്ഞെടുത്തിട്ട് സമൂഹത്തിലിട്ടാൽ അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. കേൾക്കാനില്ലാത്തടത്ത് പറയാവുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആളില്ല വേദിയിൽ എങ്ങനെയാണ് പ്രസംഗിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതൊരു നാറാണത്തെ പ്രാന്തൻ്റെ പണിയായി പോകില്ലേ? അപ്പോൾ കേൾക്കാനില്ലാത്ത സമൂഹത്തിൽ പറയാൻ ആളില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇത്തരം വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വലിയ പങ്കാളിത്തമാണെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ പങ്കാളിത്തവും ഇന്നലെ ചെറിയ പങ്കാളിത്തം, കഴിഞ്ഞ ദിവസത്തെ ചെറിയ പങ്കാളിത്തവും എല്ലാം കേരളത്തിൽ നിശ്ചയിക്കുന്നത് മറ്റൊരു ദിശയിലുള്ള സൂചികയല്ലേ? അത് നമുക്ക് അനുവദനീയമാണോ എന്ന് ഗൗരവമായി സമൂഹം ചർച്ച ചെയ്യട്ടെ.